നമ്മുടെ സംസ്ഥാനത്തിലെ എലക്ഷൻ കഴിഞ്ഞ് മുഖ്യമന്ത്രിയെ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് നമ്മൾ ഏകദേശം 9 ദിവസമായി. നമ്മുടെ ഒപ്പം തന്നെ എലക്ഷൻ കഴിഞ്ഞ പലയിടത്തും മുഖ്യമന്ത്രിമാര് അധികാരത്തിലെത്തി. ഇപ്പൊ TVKനൊക്കെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു കേവല ഭൂരിപക്ഷം പോലും ഉണ്ടായിരുന്നില്ല. അവരാ ഭൂരിപക്ഷം ഉണ്ടാക്കിക്കൊണ്ടുവന്ന് പാർട്ടി അവര് അധികാരത്തിൽ വന്നു. അത് മാത്രല്ല, അവർ ആദ്യമായിട്ട് ഈ ലഹരി കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫയലില് നമ്മുടെ വിജയ് ഒപ്പുവെക്കുകയും ചെയ്തു. അപ്പൊ അവര് ഭരണം തുടങ്ങിയിട്ടും ഇവിടെ മുഖ്യമന്ത്രി ഇതുവരെ നമ്മൾ തീരുമാനിച്ചിട്ടില്ല. അപ്പൊ അത്തരത്തിലുള്ള ഒരു സാഹചര്യമാണ് നമ്മുടെ ഇവിടെ നിൽക്കുന്നത്. മറ്റേ ജനാധിപത്യത്തിന്റെ സൗന്ദര്യമാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറെ നാള് അതിന് തള്ളി നീക്കിയെങ്കിലും ഈ സൗന്ദര്യം ഇങ്ങനെ വാടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ നാട്ടിലുള്ളതെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഇതിനകത്ത് ഈ ഓരോ ദിവസവും മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുന്നത് നീട്ടിക്കൊണ്ട് പോകുമ്പോഴും നമ്മുടെ ഇവിടുത്തെ ഭരണമാണ് ഒരു സ്തംഭനാവസ്ഥയിലേക്ക് പോകുന്നത്. അത് മൊത്തത്തിലുള്ള ഭരണ അവതാളത്തിലാവുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. ഇപ്പൊ നമ്മള് മുഖ്യമന്ത്രി ചർച്ചകളിലേക്ക് മാത്രമാണ് ഇപ്പൊ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ പോലും ആ മറുവശത്ത് ഭരണം മൊത്തത്തിൽ താളം തെറ്റിക്കിടക്കുന്ന ഒരു അവസ്ഥയാണല്ലോ. പഴയ സർക്കാർ ഇറങ്ങുകയും ചെയ്തു, പുതിയ സർക്കാർ എത്തിയിട്ടുമില്ല എന്നൊരു സാഹചര്യമാണ്. അപ്പം നോക്കുകയാണെങ്കിൽ നമ്മൾ കാണുമ്പോൾ വിദ്യാഭ്യാസ മേഖലയിലും അതേപോലെ തന്നെ സാങ്കേതിക മേഖലയിലും എല്ലായിടത്തും ഒരു ചെറിയൊരു വിടവാണ് ഈ സമയത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയാതെ വയ്യ. ഇപ്പൊ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ അടുത്ത കുറച്ച് ദിവസങ്ങൾക്ക് കുറച്ച് ആളുകൾക്കുള്ളിൽ സ്കൂൾ തുറക്കാൻ പോവുകയാണ്. പാഠപുസ്തകങ്ങളുടെ വിതരണത്തെ പറ്റി ഒരു കാര്യവും എത്തിയിട്ടില്ല. അതേപോലെ തന്നെ ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളിലും ഒരു തീരുമാനവും ഇതുവരെ ആയിട്ടില്ല എന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ട കാര്യങ്ങളാണ്. ഇപ്പൊ പൊതുവെ ഈ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് SI റാങ്കിന് താഴെയുള്ള ഉദ്യോഗസ്ഥരെ എല്ലാം തന്നെ നമ്മൾ പല പല സ്ഥലങ്ങളിലേക്ക് പറഞ്ഞു വിടും. പക്ഷെ അത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അവർ തിരിച്ചവർക്ക് പഴയ സ്ഥലത്തേക്ക് വന്ന് ചേരാം. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് അവർക്ക് തിരിച്ചു വരാനും പറ്റുന്നില്ല. അവരെ എങ്ങനെ കൊണ്ടുവരും? അങ്ങനെയൊക്കെ ഉള്ള ഒരു ഭരണ സംവിധാനത്തിൽ വലിയൊരു തകർച്ച തന്നെയാണ് നമുക്ക് ഉണ്ടായിട്ടുള്ളതെന്ന് നമുക്ക് പറയാതെ വയ്യ. ഇപ്പൊ ഈ തിരഞ്ഞെടുപ്പ് ചട്ടപ്രകാരമുള്ള ആ ഒരു സമയം കഴിഞ്ഞെങ്കിലും ആ ഒരു അവസ്ഥ, ആ സമയത്തുള്ള ചട്ടപ്രകാരമുള്ള ഒരു ഭരണാവസ്ഥ തന്നെയാണ് നമ്മുടെ സംസ്ഥാനത്ത് തുടർന്നുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. പല കാര്യങ്ങളും നമ്മൾ നോക്കുകയാണെങ്കിൽ സെക്രട്ടറിമാരും ഡയറക്ടർമാരും ഒക്കെയാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. പക്ഷെ എത്രമാത്രം തീരുമാനങ്ങൾ എടുത്തു എന്ന് പറയുമ്പോഴും ഈ മന്ത്രിമാര് കൊടുക്കേണ്ട ഒരു അഷുറൻസ് അല്ലെങ്കിൽ സർക്കാരിന്റെ ഭാഗത്ത് എന്ന് പറഞ്ഞ അഷുറൻസുകൾ പല സ്ഥലത്തും ഇല്ലാതായി പോകുന്നതാണ് നമ്മൾ കാണുന്നത്. അത് മാത്രമല്ല, നമ്മളിപ്പോ ഇനി വരാനിരിക്കുന്നത് മൺസൂൺ കാലമാണ്. അപ്പോൾ ഈ മൺസൂൺ കാലത്ത് വലിയ പ്രതിസന്ധിയായിരിക്കും ഇനിയും ഗവൺമെന്റ് വൈകിയാൽ നമ്മൾ ജനങ്ങളെല്ലാം നേരിടാൻ പോകുന്നത്. കാരണം എന്താന്ന് വെച്ചാല് മൺസൂൺ തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ മൺസൂൺ കാല പൂർവ്വ അതിന് മുന്നേയുള്ള പ്രിപ്പറേഷൻസ് നമ്മൾ അല്ലെങ്കിൽ വലിയ പ്രതിസന്ധി ആയിരിക്കും. കാരണം എന്താ, കൊതുകുകൾ പെറ്റുപെരുകും, പിന്നെ ഓടകളൊക്കെ ബ്ലോക്ക് ആയിട്ട് വെള്ളം ഒഴുകി പോവില്ല. നമ്മുടെയൊക്കെ എറണാകുളം സിറ്റിയൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരു മഴ പെയ്താൽ തന്നെ കാര്യങ്ങൾ ഭയങ്കര. അപ്പോ ഒരു 2-3 ആഴ്ചകൾ മുന്നേ തന്നെ അതിന്റെ പ്രിപ്പറേഷൻസ് ഇരിക്കേണ്ടതാണ്. അപ്പോൾ ഇനിയും ഇങ്ങനെ വൈകുന്നത് ഇത്തരത്തിലുള്ള വലിയ പ്രതിസന്ധികൾക്കായിരിക്കും നമ്മൾ കേരളത്തിലെ ജനങ്ങൾ നേരിടാൻ പോകുന്നത്. ഇപ്പൊ പല വകുപ്പുകളിലെയും സ്ഥലം മാറ്റവും നിയമനവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അനിശ്ചിതത്തിലായിട്ടുള്ള ഒരു സാഹചര്യമാണ് നമ്മുടെ നാട്ടിലുള്ളത്. അതായത് പല കാര്യങ്ങളിലും ഡയറക്ടർമാർക്കും അല്ലെങ്കിൽ സെക്രട്ടറിമാർക്കും തീരുമാനമെടുക്കുന്നതിൽ ഒരു പ്രശ്നമുണ്ട്. അല്ലെങ്കിൽ അവർക്ക് പൂർണ്ണമായിട്ടും അതിന്റെ ഉത്തരവാദിത്തങ്ങൾ മൊത്തത്തിൽ ഏറ്റെടുക്കാൻ സാധിക്കില്ല. ഇപ്പൊ കാവൽ സർക്കാർ ഉണ്ട് എന്ന് പറയുമ്പോഴും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊക്കെ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഒരു സർക്കാർ വേണമെന്ന നിലയിലേക്ക് ഉദ്യോഗസ്ഥർ എത്തുന്നുണ്ട്. അത് കാരണം അവർക്ക് ആ അത്രമാത്രം റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ അല്ലെങ്കിൽ നാളെ അതിന്റെ ഭവിഷ്യത്തുകൾ നേരിടാൻ അവർക്ക് മൊത്തത്തിൽ സാധിച്ചൊന്നുമല്ല. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടാവുന്നത് ഭരണത്തിന് വളരെയധികം മന്ദതയിലാക്കുകയും സ്തംഭിപ്പിച്ചു നിർത്തുകയും ചെയ്യുന്ന വേറെ ഫാക്ടേഴ്സ് ആണ്. അതിൻ്റെ ഒപ്പം തന്നെ പുതിയ നിയമനങ്ങൾ നടക്കാത്തതും അല്ലെങ്കിൽ പല ആളുകളും സെക്രട്ടറിമാരും ഡയറക്ടർമാരും ഒക്കെ അവധിയിലായിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. അപ്പം അവധിയിലായിരിക്കുന്നവർ തിരിച്ച് ജോയിൻ ചെയ്യാത്തത്, ഇതൊക്കെ വളരെ വലിയൊരു പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നത്. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളമാണ് ഇതൊരു ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടായിട്ട് വരുന്നത്. അവർക്ക് കിട്ടേണ്ട പല കാര്യങ്ങളും നടക്കാതെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്ന നമുക്ക് കാണാം. അതേപോലെ തന്നെ പഴയ ഗവൺമെന്റ് ചെയ്തു വെച്ചിട്ടുള്ള പല കാര്യങ്ങളിൽ ഒരു തുടർച്ച ഉണ്ടാവാതിരിക്കുക, അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ ഒരു വ്യക്തത ഉണ്ടാവാതിരിക്കുന്ന ഒരു സാഹചര്യമൊക്കെയാണ് നമുക്ക് മൊത്തത്തിൽ നിലനിൽക്കുന്നതായിട്ട് മനസ്സിലാവുന്നത്. മൊത്തത്തിൽ നമ്മുടെ ഭരണ സംവിധാനം ഒരു മന്ദതയിലായിരിക്കുകയാണ്. ഇവർ ഇത്രമാത്രം വൈകുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഏറ്റവും ആദ്യം മുഖ്യമന്ത്രി വരിക, കാര്യങ്ങൾ പഴയ
മന്ത്രിസഭ ചെയ്തിരുന്നതിനേക്കാൾ കാര്യക്ഷമതയോടെ ചെയ്യുക എന്ന് പറയേണ്ട ഒരു കാര്യം അവിടെ നിൽക്കുമ്പോഴാണ് ലേറ്റ് ആവുക, നാളെ നീള എന്ന് പറഞ്ഞ് ഇങ്ങനെ നീണ്ടുകൊണ്ട് പോകുന്നത്. ഒരു ഭരണ സംവിധാനം മുന്നോട്ട് പോകണമെങ്കിൽ, ഒരു ജനാധിപത്യ രാജ്യത്തെ ഒരു സംസ്ഥാനത്തിൽ ഭരണ സംവിധാനം മുന്നോട്ട് പോകണമെങ്കിൽ നയരൂപീകരണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഒരു രാഷ്ട്രീയ നേതൃത്വത്തിന് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. ഉദ്യോഗസ്ഥർക്ക് നയം എടുക്കുന്നതിൽ ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ പല ഡിപ്പാർട്ട്മെന്റുകളിലും ഈ നയം എന്താണെന്ന് വ്യക്തമല്ലാത്തത് കൊണ്ട് അതൊക്കെ മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. മുന്നത്തെ ഗവൺമെന്റിന്റെ നയമായിരിക്കില്ല പുതിയ സർക്കാരിന്റെ നയം. അപ്പോൾ അത് വലിയ തരത്തിലുള്ള ഒരു അനിശ്ചിതത്വമാണ് ഉണ്ടാക്കുന്നത്. അതേപോലെ തന്നെ വിരമിക്കാനിരിക്കുന്ന പല ഉദ്യോഗസ്ഥർക്കും അവർക്ക് അർഹതപ്പെട്ട സ്ഥാനക്കയറ്റം കിട്ടാത്ത ഒരു അവസ്ഥയുണ്ട്. അതെ, ആ സ്ഥാനക്കയറ്റം കിട്ടാതെ വിരമിക്കേണ്ട ഒരു അവസ്ഥയാണ്. കാരണം സെക്രട്ടറിമാർ ഒരു തീരുമാനം എടുക്കാൻ വൈകുന്നത് കൊണ്ടും അതിൽ ലാഗ് ഉണ്ടാകുന്നതുകൊണ്ട് അവർക്കും ആ സ്ഥാനക്കയറ്റം ലഭിക്കാതെ സർവീസിൽ നിന്നൊക്കെ ഇറങ്ങിപ്പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുക എന്ന് പറയുന്ന രീതിയാണ് ഇപ്പോൾ ഉള്ളത്. എല്ലാ തരത്തിലും ഒരു സ്തംഭനം ഉണ്ടായിട്ടുണ്ട്. ഇനി വരാൻ പോകുന്നത് കുറച്ചും കൂടെ ക്രൈസിസ് ഉള്ള സമയമാണ്. വിദ്യാഭ്യാസ മേഖലയുടെ കാര്യത്തിലായിക്കോട്ടെ, കാലാവസ്ഥാപരമായിട്ടുള്ള കാര്യങ്ങളാവുമ്പോൾ അതൊക്കെ പെട്ടെന്ന് നടക്കേണ്ട കാര്യങ്ങളാണ്. അതിലൊക്കെ വലിയൊരു ലാഗാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുക, ഒരു ഭരണം നടക്കുക എന്നുള്ളത് ഒരു എസെൻഷ്യൽ പാർട്ടായി മാറിയിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് അതിനകത്തൊരു ഫലം ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.